മൈൻഡിലിങ്ങനെ ഓരോന്ന് ഓടുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഓക്കെ കുഴപ്പമില്ല. അപ്പം ഞാൻ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലൊക്കെ വന്ന സമയത്ത് എനിക്കെന്ത് ചെയ്തു, നമ്മൾ വീട്ടിലേക്കൊക്കെ വരും നമുക്കൊരു റിലാക്സേഷൻ അല്ല, അത്രയും നേരം നമ്മൾ ഇനി ഒരു കുറച്ച് റെസ്റ്റ് എടുക്കാന്നുള്ള ഒരു ഇതൊക്കെയല്ലേ. പക്ഷെ എനിക്ക് അയ്യോ UK വീട്, അയ്യോ എങ്ങനെയായിരിക്കും, എന്തായിരിക്കും, എനിക്കൊന്നും ചെയ്യാൻ അറിയില്ലല്ലോ അങ്ങനെയൊക്കെ എന്നുള്ള ഒരു ഭയങ്കര ഒരു എന്താ പറയുക, ഞാനിത് നെഗറ്റീവായിട്ട് പറയണതല്ല, പക്ഷെ എങ്കിൽ എന്താ പറയുക, ഭയങ്കര ഒരു ആൻസൈറ്റി, ഒരു ഭയങ്കര ഒരു പേടിയും സ്ട്രെസ്ഡായിരുന്നു ഞാൻ. എങ്ങനെയായിരിക്കും എന്തായിരിക്കും എന്ന് അറിയാത്തത് കൊണ്ട്. പക്ഷെ രസമായിരുന്നു കേട്ടോ. ഞാൻ എല്ലാ കാര്യങ്ങളും എൻജോയ് ചെയ്തു. സ്ട്രെസ്ഡായെങ്കിലും എൻജോയ് ചെയ്തു. ഞാൻ പറയാം, നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ അധികം ആരുടെ അടുത്ത് നമ്മൾ അഭിപ്രായങ്ങൾ ചോദിക്കാണ്ടിരിക്കുക. പിന്നെ നമ്മളിപ്പോൾ ഒരു സ്ഥലത്തേക്കൊക്കെ വരികയാണെങ്കിൽ നമ്മൾ പേടിക്കരുത്. പേടിക്കുമ്പോഴാണ് നമ്മൾ കൂടുതലും നമ്മളതിനെ എൻജോയ് ചെയ്യാൻ പറ്റാണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് പറ്റിയ പാളിച്ചകളാട്ടോ ഞാൻ പറയണത്. അപ്പോൾ അടിപൊളിയായിരുന്നു, ശരിക്കും എല്ലാ കാര്യങ്ങളും അടിപൊളിയായിരുന്നു. അപ്പോൾ ഞാൻ വല്ലാണ്ട് കുറേ സ്ട്രെസ് എടുത്ത സമയത്ത് അപ്പോൾ ഞാൻ കുറച്ച് എന്താ പറയുക, ഞാൻ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യേണ്ട സമയമൊക്കെ കുറച്ച് സ്ട്രെസ് എടുത്ത് കളഞ്ഞു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഫസ്റ്റ് ഫ്ലൈറ്റാണ് ഞാൻ പറഞ്ഞത്, ഒക്കെ സ്മൂത്തായിരുന്നു, ഒന്നും ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേങ്കിൽ ഇതുപോലെ എന്താ പറയുക, നമ്മൾ ഇങ്ങനെ വീഡിയോസിൽ കണ്ടതും പിന്നെ ആൾക്കാരുടെ അടുത്ത് അഭിപ്രായങ്ങൾ ചോദിച്ച സമയത്തൊക്കെ വല്ലാണ്ട് എന്താ പറയുക, കുറച്ച് എക്സാഗ്രേറ്റ് ചെയ്ത് പറയാമെന്ന് പറയില്ല, അങ്ങനെ എക്സാഗ്രേറ്റ് പറഞ്ഞതിൽ ഞാൻ എന്താ പറയുക, ഞാനതിൽ വീണുപോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഭയങ്കര പ്രശ്നങ്ങളാണെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ എന്നെപ്പോലെ ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ നിങ്ങളൊന്നുകൊണ്ടും പേടിക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇൻ കേസ് മിസ്റ്റേക്ക് ആണെങ്കിൽ കൂടി നമ്മുടെ അടുത്ത് ആരെങ്കിലുമൊക്കെ ഉണ്ടാവും, ഇല്ലെങ്കിൽ നമുക്ക് ചോദിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. ഒന്നിനുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ സ്മൂത്തായിരിക്കും. നിങ്ങളൊന്നും പേടിക്കേണ്ട ആവശ്യം, നിങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് അവിടെ കയറിയാൽ തന്നെ ഒരു ഐഡിയ കിട്ടും. നിങ്ങൾക്ക് അതിൻ്റെ ഡിറക്ഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അഭിപ്രായങ്ങളൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല, നേരെ അങ്ങ് പോവുക, ചെയ്യുക, ബോർഡ് ചെയ്യുക, അത്ര തന്നെ. പിന്നെ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സിലോ അങ്ങനെ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ആൾക്കാരുടെ അടുത്ത് ചോദിക്കുക, എന്നിട്ട് അങ്ങനെയൊക്കെ പോവുക. അല്ലാണ്ട് നിങ്ങൾ ചോദിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ല, ഞാൻ കാണിച്ച തെറ്റ് കാണിക്കാണ്ടിരിക്കുക എന്നുവെച്ചാൽ ഇതൊക്കെ എടുത്തിട്ട് വെറുതെ സ്ട്രെസ് അടിച്ച് ഫ്ലൈ ചെയ്യുന്നതിൻ്റെ തലേദിവസം ഞാൻ ഉറങ്ങാണ്ടൊക്കെ ഇരുന്നു. അതൊക്കെയാണ് ഞാൻ ചെയ്ത മണ്ടത്തരങ്ങൾ. അപ്പോൾ ഇനിയിപ്പോൾ വീഡിയോയ്ക്ക് കുറച്ച് ലെങ്ത് കൂടി, അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലും എന്തെങ്കിലുമൊക്കെ സ്റ്റോറി ആയിട്ട് ഇങ്ങനെ വരാം. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ സ്റ്റോറീസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ പറയൂട്ടോ, ഞാനിത് കണ്ടിന്യൂ ചെയ്യാം. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ അഭിപ്രായപ്രകാരം ഞാനിത് നിർത്തുന്നതായിരിക്കും. അപ്പോൾ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.